നരേന്ദ്രമോദി പങ്കെടുത്ത എൻഡിഎയുടെ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന വലിയ പൊതുസമ്മേളനത്തിൽ 2020 നേതാവ് സാബു എം ജേക്കബ് നടത്തിയ തീപ്പൊരി പ്രസംഗമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത്. സംസ്ഥാനത്തെ പരമ്പരാഗത രാഷ്ട്രീയത്തെയും വികസനത്തിലെ പിന്നോക്ക അവസ്ഥയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിരപരാധികളായ നമ്മുടെ സഹോദരന്മാരെ അടിവസ്ത്രം ഊരി മതം നോക്കി വെടിവെച്ച് കൊന്നപ്പോൾ അതിനോട് തിരിച്ചടിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് ഇത് പഴയ ഇന്ത്യയല്ല, ക്രോഡിക്രോസ് ഭരിച്ച ഇന്ത്യയല്ല എന്ന് പറഞ്ഞ് അമേരിക്കയെ ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കി നമ്മുടെ മോദിജി എന്നാണ്. സാബു ജേക്കബിന്റെ ഈ തീപ്പൊരി പ്രസംഗം കേട്ട് ആവേശഭരിതനായ മോദിജി കൈകൊടുത്തുകൊണ്ട് ആദരിച്ചു. സാബു എം ജേക്കബിന്റെ പ്രസംഗത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി വേദിയിൽ ശക്തമായ പ്രസംഗം നടത്തി. എൻഡിഎ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വേദിയിലെത്തിയ സാബു എം ജേക്കബ് തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ശക്തമായി വിമർശിച്ചു. വർഷങ്ങളായി സംസ്ഥാനത്ത് LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിന് ആവശ്യമായ വികസനം കൈവന്നിട്ടില്ലെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. വികസനവും തൊഴിൽ സൃഷ്ടിയും മുൻനിർത്തിയുള്ള രാഷ്ട്രീയത്തിന് പകരം പരസ്പര ആരോപണങ്ങളുടെയും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെയും രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ ശ്രമിക്കുന്നവർ നിരവധി തടസ്സങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്നും പല നിക്ഷേപങ്ങളും ഭരണ സംവിധാനത്തിലെ വൈകിപ്പിക്കൽ കാരണം സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലവസരങ്ങളുടെ കുറവ് കാരണം യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ ഭാവി കാണാനാകാതെ അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് വലിയ തോതിൽ അവർ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ആവശ്യമാണെന്നും വികസനത്തെ മുൻനിർത്തിയുള്ള ഭരണമാണ് സംസ്ഥാനത്തിന് വേണ്ടതെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. 2020 NDAയുമായി കൈകോർക്കുന്നത് കേരളത്തിൽ വികസന രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നതിനായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രസംഗം വേദിയിൽ വലിയ കയ്യടിയോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. സാബു എം ജേക്കബിന്റെ പ്രസംഗത്തിന് പിന്നാലെ വേദിയിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും കേരളത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. കേരളം വിദ്യാഭ്യാസത്തിലും മനുഷ്യ വിഭവശേഷിയിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിലും നിക്ഷേപവും വ്യവസായ വികസനവും ആവശ്യത്തിന് ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കേണ്ടതാണെന്നും അതിനായി നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വ്യവസായ നിക്ഷേപം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള വികസനമാണ് സംസ്ഥാനത്തിന് ആവശ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി വികസനത്തിനായി പുതിയ രാഷ്ട്രീയ ദിശ ആവശ്യമാണ് എന്നും NDA അതിനുള്ള ഒരു മാറ്റത്തിന്റെ രാഷ്ട്രീയമാണ് അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയും സംസ്ഥാനത്തിന് വികസനത്തിനായി പുതിയ അവസരങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ സാബു എം ജേക്കബ് നടത്തിയ തീപ്പൊരി പ്രസംഗവും തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. 2020 NDAയിലേക്ക് ചേർന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുമോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 100 മില്യണിലധികം ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെറും 43 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തെ മോദിജിയുടെ ഭരണം കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ ഉന്നതിയിലേക്ക് വളർന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് UK-യെയും ജപ്പാനെയും മറികടന്ന് ഇന്ത്യ ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ന് ലോകത്തിൽ മാറിയിരിക്കുന്നു. ഡിജിറ്റൽ എക്കോണമിയിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 3ാമത്തെ ശക്തിയായി മാറിയിരിക്കുന്നു. 10 വർഷം മുമ്പ്
ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അവസ്ഥ മാറി. ഇന്ന് 12 വർഷത്തെ മോഡിജിയുടെ ഭരണം കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും മോഡിജി എന്ന്. ഇന്ന് നമുക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാക്കി. നമ്മൾ ഓർക്കുന്നുണ്ടാവും, പഹൽഗാമില് നമ്മുടെ 26 പേരെ നിരപരാധികളായിട്ടുള്ള നമ്മളെ സഹോദരന്മാരെ അവരുടെ അടിവസ്ത്രം ഊരി മതം നോക്കി വെടിവെച്ച് വന്നപ്പോ രാത്രികൾക്കുള്ളിൽ തന്നെ അതിന് പകരം തിരിച്ചടിച്ച് ഈ ഇന്ത്യയുടെ നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് പഴയ ഇന്ത്യ അല്ല, കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ അല്ല എന്നാണ്. അമേരിക്ക ടാരിഫ് കൊണ്ട് ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചപ്പോ അതിന് പകരം ചോദിക്കാതെ നിശബ്ദമായിട്ട് നിന്ന് 18 വർഷക്കാലമായിട്ട് പൊടി പിടിച്ചു കിടന്ന യൂറോപ്യൻ യൂണിയന്റെ എഗ്രിമെന്റിൽ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയെ ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തിച്ച നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തില് ഇത് പഴയ ഇന്ത്യയല്ല, ആരുടെയും മുന്നിൽ മുട്ടുമടക്കുന്ന ഇന്ത്യയല്ല എന്നാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികള് നേരിടുന്ന ഒരു പ്രശ്നമാണ് സഭാതർക്കം. അതുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദിജിയെ കാണാനായിട്ട് ഇടയുണ്ടായി. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈ 114 വർഷമായിട്ട് നടക്കുന്ന നമ്മുടെ സഭാതർക്കത്തിന് ഒരു പരിഹാരം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ 70 വർഷക്കാലം LDFും UDFും മാറി മാറി ഭരിച്ചു. ഈ കേരളത്തെ കട്ടുമുടിച്ചു, കൊള്ളയടിച്ചു. ഇവിടുത്തെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും രക്തമൂറ്റി കുടിച്ചു. ഇപ്പോ ക്ഷേത്രങ്ങളും പള്ളികളും കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്ക് ഈ 70 വർഷം കൊണ്ട് ഇവർ നേടിത്തന്നത് എന്താണ്? മയക്കുമരുന്ന്. സ്കൂളുകളിൽ മുതൽ കൊച്ചു കുട്ടികൾക്ക് മുതൽ കോളേജുകളിൽ എല്ലായിടത്തും മയക്കുമരുന്ന് ലഭ്യമാക്കി. കള്ള് ഫാക്ടറി തുടങ്ങി. ഓരോ കിലോമീറ്ററിലും മദ്യഷാപ്പുകൾ തുടങ്ങി. അഴിമതി വളർത്തി, കടം വർദ്ധിച്ചു, വിലക്കയറ്റം കൂടി. ഇന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈ കേരളം മാറണം. ഈ LDFനെയും UDFനെയും നമുക്ക് തൂത്തെറിഞ്ഞ് അറബിക്കടലിൽ എറിയണം. അതിന് ഇന്ന് ഇന്ത്യയിലെ ഒരേ ഒരു നേതാവിനെ സാധിക്കൂ. ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക്. ആ നരേന്ദ്രമോദിജിയോടൊപ്പം ഈ കൊച്ചു കേരളത്തെ നയിക്കാൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ഈ എളിയവനായ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരായിരം നന്ദി ശ്രീ സാബു എം ജേക്കബ്. ഈ നാടിന്റെ ശബ്ദമാണ് സാബു എം ജേക്കബിന്റെ വാക്കുകളായി ഉയർന്നത്. ഇനി ഇതാ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, വികസിത കേരളം എന്ന് കേട്ടാൽ കേരളം എന്ന പേരാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, NDAയുടെ ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഏറെ ബഹുമാന്യനായ ഇന്ത്യ രാജ്യത്തിന് നയിക്കുന്ന NDA നയിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാന സേവകനായ നരേന്ദ്രമോദിജിയും ഇവിടെ വന്ന വേദിയിലും സദസ്സുമുള്ള NDAന്റെ സഹപ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വാഗതം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരുടെയും പേരിൽ ഇത് NDAന്റെ ആദ്യത്തെ യോഗമാണ്, ഒരു മഹായോഗമാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. മോദിജി, आपके सामने जो लोग बैठे हैं उसी तरह दूसरे उधर भी और दूसरे हाथ में भी इतने ही लोग बैठे हैं आपको सुनने के लिए आए हैं NDA के सब प्रवर्तक. തുടക്കത്തിൽ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി, നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷുകാർ തന്ന പേര് കേരള, അതിനെ മാറ്റി കേരളം
എന്നത് ആക്കിയത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലമായി. ഇതിനു മുമ്പ് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ചെയ്തില്ല. നരേന്ദ്രമോദിജിയാണ് ഇന്ന് കേരള എന്ന പേരിൽ മാറ്റി കേരളം ആക്കിയത്. അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. मोदी जी, आपको हम सब धन्यवाद बोलना चाहते हैं कि आपने हमारे स्टेट का नाम केरल से केरलम बनाया है. ये हमारे हिस्ट्री, हमारे संस्कार और हमारे मूल्यों से अलाइंड नाम है और हम हमको धन्यवाद देते हैं. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിനെ കേൾക്കാനാണ്. പക്ഷേ ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. സാബുജി പറഞ്ഞ പോലെ 70 കൊല്ലം മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM നാടിനെ നശിപ്പിച്ചിരിക്കുന്നു. ഇത് ഈ പ്രക്രിയ തുടങ്ങിയത് കഴിഞ്ഞ 10 കൊല്ലമൊന്നല്ല, ഇതിന് മുമ്പ് നടന്നതാണ്, മുമ്പ് തുടങ്ങിയതാണ്. മതിയായി എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. മതിയായി UDF, മതിയായി കോൺഗ്രസ്. ഇവര് രണ്ടുപേരും ശബരിമല കൊള്ളയാണോ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയമാണോ, അഴിമതി രാഷ്ട്രീയമാണോ, ജനങ്ങൾക്ക് വാജ്യ വാഗ്ദാനം കൊടുക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്നവരാണ്? രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. UDF-ഉം LDF-ഉം രണ്ടല്ല ഒന്നാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന 2 പാർട്ടികളാണ്. ഇനി വരാൻ പോകുന്ന കാലം നാടിന് വേണ്ടി നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഏത് ദശയിലാണ് നമ്മുടെ നാട് പോകേണ്ടത്? വികസിത കേരളം സൃഷ്ടിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അവസാനം ഞാൻ കൂടുതൽ പറയുന്നില്ല. അവസാനം ഞാൻ ഇത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ വികസനം ചെയ്തു കൊടുക്കാനും ചെയ്യാൻ താല്പര്യവും കഴിവുള്ളത് നരേന്ദ്രമോദിജി നയിക്കുന്ന BJP NDA ആണ്. ഈ നാടിലെ വിശ്വാസികളെ സംരക്ഷിക്കാൻ NDA BJP നരേന്ദ്രമോദി നയിക്കുന്ന BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തീവ്രവാദ സംഘടനയെ പുറത്താക്കി വെക്കാനും നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. ആലോചിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പ് നാടിന്റെ ദശയും തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ജനങ്ങൾ ആലോചിക്കണം. NDAനെ സർക്കാരിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി.